നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഏത് നിമിഷവും നിലംപൊത്താറായ ഈ വീടിനുള്ളിൽ രണ്ട് മനുഷ്യർ ജീവിക്കുന്നുണ്ട്. ഇതെവിടെയെന്നറിയോ? മറ്റെവിടെയല്ല, നമ്മുടെ തെന്നല പഞ്ചായത്തിലെ 12-ാം വാർഡിൽ ഏകദേശം പുത്തൻകുളത്തിനടുത്താണ് ഇങ്ങനൊരു വീടുള്ളത്. ഇതിൽ താമസിക്കുന്നതാവട്ടെ ഭിന്നശേഷിക്കാരനായ നമ്മുടെ സഫ്വാനും അവൻ്റെ ഉമ്മയുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ ഇവർക്ക് തലചായ്ക്കാൻ, പേടി കൂടാതെ കിടന്നുറങ്ങാൻ നല്ലൊരു വീട് വേണം. നല്ലൊരു വീട് എന്ന് പറയുമ്പോൾ ചെറിയൊരു വീട്. അതിനായിട്ട് ഇവരുടെ കുടുംബസ്വത്തിൽ നിന്നും 3 സെൻറ്റ് സ്ഥലം ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ആ സ്ഥലത്താണ് ഇപ്പോൾ ഇവരുടെ ഉള്ളത്. സഫ്വാനും അവരുടെ ഉമ്മയാണിത്. മാത്രമല്ല നമ്മുടെ കൂടെ ഉള്ളത് ജാസ്മിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ എല്ലാ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെയും ഉമ്മയാണ് ജാസ്മിൻ. ആ ജാസ്മിൻ്റെ തണലിലാണ് ഇപ്പം സഫ്വാനുള്ളത്. സഫ്വാന് MRും ഫിസിക്കലി ഭിന്നശേഷിക്കാരനും കൂടിയാണ്. സഫ്വാനെ, അപ്പം എനിക്കെന്താ പറയുക, നമുക്കൊരു വീട് വേണ്ടേ? എന്നാ പറയ്. എനിക്ക് വീട് വേണം. അതിന് പൈസ വേണം. നമ്മുടെ നാട്ടുകാരൊക്കെ വിചാരിച്ചാൽ തീർച്ചയായിട്ടും നിമിഷ നേരം കൊണ്ട് നമുക്ക് വീടാകും. കാരണം നമ്മൾ നിൽക്കുന്നത് തെന്നല പഞ്ചായത്തിലാണ്. തെന്നല എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഒരുപാട് വലിയ വലിയ വീടുകളുള്ള ഒരു നാടാണ്, ഒരുപാട് പൈസക്കാരുള്ള നാടാണ്. പക്ഷെ അവരറിയില്ല അങ്ങനെ സംഭവം ഉള്ളത് കേട്ടോ. അപ്പം ജാസ്മിൻ എന്താ പറയാനുള്ളത്? ഇത് ബ്ലോംസ്റ്റിലെ എൻ്റെ കുട്ടിയാണ് ഷെഫു. എൻ്റെ കുട്ടിയാണ്. അതെ, തീർച്ചയായും ആ ഒരു വാക്ക് തന്നെ വല്ലാത്തൊരു. എൻ്റെ 60 മക്കളിൽ പെട്ട ഒരാളാണ്. അപ്പോൾ അവനേക്കാളേറെ എൻ്റെ ഒരു സ്വപ്നമാണ് അവനൊരു വീട്. കാരണം നമ്മൾ എന്നും ആലോചിക്കാറുണ്ട് എങ്ങനെ അവനൊരു വീടാക്കും എന്നുള്ളത്. നമ്മളൊക്കെ നല്ല വീടുകളിൽ കിടന്നിറങ്ങുമ്പോഴും രാത്രിയായാൽ പല സമയത്ത് നമ്മൾ തന്നെ ഇങ്ങനെ ആലോചിക്കും, ഷെഫ് കിടക്കുന്നത് എന്താണ്, മഴ ഇടിയൊക്കെ ഉണ്ടാകുമ്പോൾ ആലോചിക്കാറുണ്ട് അവരങ്ങോട്ട് മാറിപ്പോയാൽ എന്താണ് അവസ്ഥ എന്ന്. അപ്പോൾ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. നമ്മൾ വലിയ ഇതൊന്നും പറയുന്നില്ല, ചെറിയൊരു വീട്, മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ അല്ലെങ്കിൽ പൊളിഞ്ഞു വീഴുന്നു പേടിക്കാതെ അവരും കിടന്നുറങ്ങാനുള്ളൊരു വീട് തീർച്ചയായിട്ടും സാധ്യമാവും. അതിന് ഈ കാണുന്നവരൊക്കെ ഞങ്ങൾ അകമഴിഞ്ഞ് സ്നേഹിക്കണം. പ്രാർത്ഥനകൾ മാത്രമേ ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാനുള്ളൂ. അപ്പോൾ ഈ കുട്ടികൾക്ക് ഈ സഫ്വാന് ഉപ്പയില്ല, ഉമ്മ മാത്രമാണുള്ളത്. അപ്പോൾ ഉമ്മാക്ക് ഒരു സഫ്വാനും കൂടിയിട്ടൊരു വീടാണ്. ഉമ്മ ഒന്ന് ചോദിച്ചാൽ കേൾക്കാത്തവരായിട്ട് നമ്മളെ നാട്ടിൽ ആരുമില്ല. ആളുകൾ അറിയാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ തെന്നലയിൽ ഇങ്ങനെ സംഭവം ഉണ്ടാവില്ല. ഹലോ, അസ്സലാമു അലൈക്കും. എനിക്കും എൻ്റെ കുട്ടിക്കും ഒന്ന് ഒരു മഴയും വെയിലൊന്നും കൊള്ളാത്ത രീതിയിൽ കിടക്കാൻ പറ്റിയ ഒരു വീട്, ചെറിയൊരു വീട് മതി. അതിന് നിങ്ങളെല്ലാവരും മനസ്സറിഞ്ഞ് ഞങ്ങൾക്ക് ചെറിയ ചെറിയ സംഖ്യ ആയാലും ഞങ്ങളെ സഹകരിക്കണം. അത്രേ പറയാനുള്ളൂ. ബാക്കി എനിക്ക് പറയാൻ കിട്ടുന്നില്ല. ഞങ്ങൾ മഴയൊക്കെ ആകുമ്പോൾ ഓരോരോ സ്ഥലത്തേക്ക് എപ്പോഴും മഴ പെയ്യുന്നു, കാറ്റടിക്കുന്നു, അപ്പോൾ പോവലാണ്. ഇവനായിട്ട് പോകാനും ബുദ്ധിമുട്ടാണ്, അടുത്താന്ന് പറഞ്ഞിട്ട് നടക്കാൻ കഴിയില്ലല്ലേ. അപ്പോൾ ഓനക്ക് വലിയ ഇന്ത്യൻ കാട്ടിയാണ് ഓനക്ക്. ഓൻ എപ്പോഴും പറയും വാർപ്പിൻ്റെ വീട് വേണമെന്ന്. അപ്പോൾ ഒരു സങ്കടമാണ്. പിന്നെ സങ്കടമൊക്കെ മനസ്സിൽ വെച്ച് യാസ്മിൻ ഉണ്ടല്ലോ എൻ്റെ കൂടെ എന്നുള്ളൊരു പഠിച്ചോൻ കഴിഞ്ഞിട്ട് ബാക്കി ഇവിടാണ് എനിക്കുള്ളത്. എല്ലാ എല്ലാവരും ഉണ്ടാവും, ചെറിയ ഒരു സംഖ്യ തന്ന് ഞങ്ങളെ സഹായിക്കും. തീർച്ചയായിട്ടും സഹായിക്കും. സഫ്വാനെ, ഈ പൊന്നുമോനെ നമ്മളെല്ലാവരും കൂടി ഒന്ന് ചേർത്ത് പിടിച്ചാൽ പെട്ടെന്ന് തന്നെ ഇവിടെ നമുക്കൊരു വീട് ആവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നമുക്കറിയാം, നമ്മളൊക്കെ വലിയ വലിയ വീടുകളിൽ കിടന്നുറങ്ങുന്നവരാണ്. കാരണം ഇവിടുന്ന് ഈ ചുറ്റുവട്ടത്ത് നോക്കി എല്ലാം വലിയ വീടുകളാണ്. നാളെ നമ്മൾ മരിച്ചു ചെല്ലുമ്പോൾ അല്ല നമ്മളോട് നമ്മുടെ സമ്പത്തും ഒക്കെ എന്തിനു ചിലവഴിച്ച് വെച്ചാൽ ഞാൻ വലിയ കൊട്ടാരമുണ്ടാക്കി എന്ന് പറയുമ്പോൾ അതൊരു സമാധാനമാവില്ല. സഫ്വാൻ പോണത്തെ ആളുകൾക്ക് വീട് വെക്കാൻ ഒരു ലോഡ് കല്ല് കൊടുത്തു, ഒരു ലോഡ് മണൽ കൊടുത്തു, കുറച്ച് സിമൻറ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. തീർച്ചയായിട്ടും അത് നമുക്ക് കിട്ടും ഇൻഷാ അല്ലാഹ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീടുണ്ടാക്കണം. അതിന് സഫ്വാൻ്റെ ഉമ്മാൻ്റെ പേരിലുള്ള അക്കൗണ്ടും ഗൂഗിൾ പേ നമ്പറൊക്കെ നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും സഹകരിക്കണം, സഹായിക്കണം. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. എല്ലാവർക്കും വേണ്ടിയിട്ട് സുബാൻ പ്രാർത്ഥിക്കും. ഇൻഷാ അല്ലാഹ്. അപ്പം സഫ്വാൻ ഇപ്പോൾ സ്കൂളിലുള്ളത്. സഫ്വാൻ്റെ ക്ലാസ്മേറ്റാണ് ഇവരൊക്കെ. അപ്പോൾ നമ്മൾ എന്തിനാ വന്നതെന്നറിയോ? സഫ്വാൻക്ക് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു വീട് വേണം അല്ലേ? വീടല്ല വേണ്ടേ? ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചാൽ കൈ ഒന്നിച്ചാണ്. എല്ലാവരും റെഡി അല്ലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് സഫ്വാന്
എല്ലാവരും വീടുണ്ടാവും, അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ഉണ്ടാവില്ലേ? ഓക്കെ, അമീൻ. സഫൂറിന് വീട് സഹായിക്കണം. സഫൂന് വീട് വേണം, എല്ലാവരും സഹായിക്കണം. സഫൂന് അതായിരിക്കണം.